കോഴിക്കോട് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ വയോധികൻ മരിച്ചു. കക്കയം പാലാട്ടിൽ അബ്രഹാമാണ് മരിച്ചത്. നെഞ്ചിൽ ഉൾപ്പെടെ ഗുരുതരമായി പരിക്കേറ്റ അബ്രഹാമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയായ കൂരാച്ചുണ്ട് ടൗണിൽ 2 കാട്ടുപോത്ത് ഇറങ്ങിയ വാർത്ത മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിന്നിരുന്നു. അതിനെ വെടിവെച്ച് കൊല്ലണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് അധികൃതർ കളക്ടർക്ക് അപേക്ഷയും നൽകി. എന്നാൽ വിഷയത്തിൽ യാതൊരു നടപടിയും ഉണ്ടായില്ല. ഈ സാഹചര്യത്തിലാണ് കക്കയത്ത് വയോധികന് നേരെ കാട്ടുപോത്തിന്റെ ആക്രമണമുണ്ടായത്. കശുവണ്ടി ശേഖരിക്കാൻ പോയ കർഷകനെ കാട്ടുപോത്ത് ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ പരിക്കേറ്റ പാലാട്ടിൽ എബ്രഹാം എന്ന 62-കാരനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയായിരുന്നു. കാട്ടുപോത്ത് ഇറങ്ങിയെന്നറിഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത അധികൃതർക്കെതിരെ കക്കയം പ്രദേശവാസികൾ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുമ്പിൽ വലിയ പ്രതിഷേധമാണ് നടത്തിയത്. ഇത് കഴിഞ്ഞ 3-4 മാസം കക്കയത്ത് അങ്ങാടി ആൾ ഉറങ്ങിട്ടില്ല. വീട്ടുമുറി താന കൂരാച്ചനങ്ങാടിയിൽ പഞ്ചായത്ത് ബസ് നടക്കുള്ളവർ ഇന്നലെ ഉറങ്ങിട്ടില്ല. കാട്ടി, പന്നി, കുരങ്ങ്, മലണ്ണാൻ. ഇത് ജനാധിപത്യ ലോകമാണോ? ഇത് ജനാധിപത്യമാണ് മൃഗാധിപത്യം. അങ്ങനെയാണെങ്കിൽ ഭരണഘടന മാറണം, മൃഗാധിപത്യം ആക്കണം. ഇതെന്ത് ജനാധിപത്യം? അത് വോട്ട് ചെയ്യാൻ മാത്രം ഞങ്ങൾക്ക് അവകാശം. പിന്നെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യാനും പോലീസിൽ ലാത്തി അടിക്കാനും മാത്രം മനുഷ്യന്മാർ. ഈ മനുഷ്യനേക്കാൾ കൂടുതൽ വന്യമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത് എവിടത്തെ നീതിശാസ്ത്ര? അതിന് മാത്രം ഉത്തരം കിട്ടിയാൽ മതി. കളക്ടർ എത്താതെ മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞുവെച്ചു. പിന്നീട് കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിടുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയ ശേഷമാണ് പ്രവർത്തകർ ആംബുലൻസ് വിട്ടയച്ചത്. എബ്രഹാമിന്റെ കുടുംബത്തിന് അടിയന്തരമായി 5 ലക്ഷം രൂപ ധനസഹായം നൽകണമെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു. ഇനിയൊരു ദുരന്തം ആ ഭൂമിയിൽ ഉണ്ടാവാൻ പാടില്ല. 2 ദിവസമായി കാട്ടുപോത്ത് അവിടെ അലറിയാടി നടക്കുകയാണ്. ഒരു വിലപ്പെട്ട ജീവൻ നഷ്ടപ്പെട്ടു. ഇനിയൊരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. അതുകൊണ്ട് ആ കാട്ടുപോത്തിനെ വെടിവെച്ച് കൊല്ലുവാൻ കലക്ടർ ഉത്തരവിടണമെന്ന് ഞങ്ങളുടെ ആവശ്യം. പോസ്റ്റ്മോർട്ടം നടപടികൾക്കു ശേഷം നാളെ രാവിലെ എബ്രഹാമിന്റെ മൃതദേഹം കക്കയത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകും. സംഭവത്തിൽ പ്രതിഷേധിച്ച് നാളെ LDF-ഉം UDF-ഉം കൂരാച്ചുണ്ട് പ്രദേശത്ത് ഹർത്താൽ പ്രഖ്യാപിച്ചു. അമൃത ന്യൂസ്, കോഴിക്കോട്.